കുളത്തെ ആതിര കൊലക്കേസാണ്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ നിർണായക മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയതെന്നാണ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി. ആതിര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന് പറയുന്ന വീട്ടമ്മ കുത്തേറ്റ് മരിച്ചു. അതായത് കാമുകന്റെ കുത്തേറ്റ് മരിച്ചു. വാർത്ത കേട്ടപ്പോൾ വലിയ പുതുമയൊന്നും തോന്നിയിട്ടൊന്നുമില്ല, വലിയ ഒരു ഞെട്ടലൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഒരുപാട് കേസുകൾ ഇതേപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകം കേട്ടപ്പം സാധാരണ ഒരു വാർത്ത ആ രീതിയിലേ നമുക്കും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു, റീലുകൾ ചെയ്യുന്നു, റീലുകൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഒഴിഞ്ഞുപോയി. അവസാനം ഈ പറയുന്ന ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായിയും ആതിര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി മാത്രമാവുന്നു. അങ്ങനെ ഇവരുടെ റീൽസുകളെല്ലാം ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ വിരിക്കുന്ന ഈ പെൺകുട്ടി അവസാനം ഇവർ തമ്മിൽ അങ്ങോട്ട് കണക്ഷൻ ആവുകയാണ്. സ്വാഭാവികം, നമ്മളെല്ലാ കഥകളിലും അല്ലെങ്കിൽ എല്ലാ കേസുകളിലും കാണുന്ന പോലെ തന്നെ ഇവർ തമ്മിൽ പരസ്പരം റീലുകൾ കൈമാറി, അങ്ങനെ മനസ്സുകൾ കൈമാറി, സ്നേഹം കൈമാറി, ഒടുവിൽ ജീവിതം പോയി. ഇത് തന്നെ എത്ര കേസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കെയറിങ്ങും സാന്ത്വനവും ആശ്വാസവും സ്നേഹവും വാരിക്കോരി തന്നുകൊണ്ട് ഒരുപാട് ആണുങ്ങൾ ഇതേപോലെ വരും. അതേപോലെ പെൺകുട്ടികളും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു കേസ് എടുക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞതാണ്, 7 വയസ്സുള്ള ഒരു കുട്ടിയുള്ളതാണ്. അപ്പോൾ ഭർത്താവാണെങ്കിൽ വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ അമ്പലത്തിലെ ശാന്തിക്കാരനുമാണ്. ഓക്കെ, രാവിലെ 5 മണിയാകുമ്പം പുള്ളിക്കാരൻ ജോലിക്ക് വേണ്ടി പോകും. പിന്നെ വരുന്നത് ഒരു 11 മണിയാണ്, 12 മണിയാണ്. ആ സമയത്തിനുള്ളിലാണ് ഇവരുടെ കലാപരിപാടികൾ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ സ്നേഹം പങ്കിട്ടും അത് നേരിട്ടും പങ്കിടാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടി? ഈ പറയുന്ന ആൾ, അതായത് ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് എന്തെങ്കിലും കുറവുള്ള ആളാണോ? ഒരു കുറവുമില്ല. കാരണം ഒരു മോശം വാക്ക് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടൽ പോലും ഇതേവരെ ചെയ്തിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആകെ ഇവരോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത് ഈ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, ഫോൺ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കണ്ട് വിഷമം തോന്നി പിന്നീട് ചങ്ങായി പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ഇത് ചെയ്, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അത്രയ്ക്കും വരെയും സ്വാതന്ത്ര്യം കൊടുത്ത. കാരണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, പെൺകുട്ടികളെ സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടില്ലെങ്കിൽ അവർ കയറ് പൊട്ടിച്ചോടും എന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി വിട്ടിട്ട് പോലും ഇതാണ് അവസ്ഥ. എന്താണ് ചെയ്യേണ്ടത്? അതായത് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് പോയി മേടിക്കുന്നതെന്നാണ് സാധാരണ എല്ലാ കമൻറ്റ് ബോക്സിലും പറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ പറയുന്ന ജോൺസണുമായിട്ട് ഇവരടുത്തതിന് ശേഷം ഭയങ്കര അടുത്തു. പല സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോയി, വീട്ടിൽ തന്നെ പല പ്രാവശ്യം വന്നു. അതായത് വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് ഭർത്താവ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് പോലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണവും കൊടുത്ത് അവിടെ കിടന്ന് അവർ സ്നേഹിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടീൻ്റെ ധൈര്യം അത് അപാരം തന്നെയാണ്. കാരണം ഇല്ലെങ്കിൽ, ഇത്രത്തോളം ധൈര്യം ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സാഹസത്തിന് മുതിരുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അതായത് സ്നേഹവും കരുതലും എല്ലാം കിട്ടുന്നുമുണ്ട്. എന്നിട്ടും പുറത്ത് വേറൊരാൾ, അതായത് റീലിൽ കണ്ടപ്പം ആൾ ഭയങ്കര കെയറിങ് ആയിട്ടാണെന്ന് തോന്നി. അങ്ങനെയാണ് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുമായിട്ട് സ്നേഹത്തിലാവുന്നത്. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പുറകെ ഒരു പുരുഷൻ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ആയിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. സത്യം പറയാലോ, ഇങ്ങനെ വരുന്ന 95% ആണുങ്ങളും നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ പണം കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. ബാക്കി 5% എന്ന് പറയുന്നത് ചിലപ്പോൾ പെണ്ണ് കിട്ടാണ്ട് നടക്കുന്നവരോ അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം നടക്കാണ്ട് ഇങ്ങനെ നടക്കുന്നവരോ, അപ്പം ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. 95% എന്നല്ല, 100% ഇങ്ങനെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടീൻ്റെ പുറകെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സ്നേഹം പകർന്നു തരാനോ വേണ്ടിയിട്ട് വരുന്നതല്ല. അത് അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം വരുന്നതാണ്. ഇതിപ്പം ഈ പറയുന്ന ആതിരനോട് കുട്ടീനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കുട്ടീനെയും കൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആതിരയ്ക്ക് മനസ്സിലായത് ഇത് പണി പാളിയല്ലോ എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഭർത്താവിനോട് ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത്, ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇതേപോലെ ഒരു ചതി പറ്റിയിട്ടുണ്ട്,
ഒരുത്തൻ ഇതേപോലെ വിളിച്ചൊരേ ശല്യമാണ്. പക്ഷെ അപ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ഭർത്താവ് ഇത് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം ചുരുളഴിയുമല്ലോ. കാരണം ഇവർ തമ്മിലുള്ള കാണുന്നതും ഇവർ തമ്മിൽ ഒരുമിച്ച് നടക്കുന്നതും അല്ലെങ്കിൽ ഒരുമിച്ച് കറങ്ങാൻ വേണ്ടി പോയതും എല്ലാം അറിയുമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കുകയും വേണം. പക്ഷേ ഇതെങ്ങനെ നടക്കും എന്നറിയില്ല. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് സാധാരണ പോലെ തന്നെ ഇനി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നൈസായിട്ട് വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് പറ്റി? എന്നിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സവിശേഷത. അങ്ങനെ ബന്ധം തുടർന്ന് ഈ പറയുന്ന ദിവസം, അതായത് ഈ മരണപ്പെടുന്ന ദിവസം രാവിലെ ഇയാൾ വരികയാണ്. വന്നു കഴിയുമ്പോൾ ചായയും വെച്ച് കൊടുത്ത് ഇവർ വേറെ രീതിയിലുള്ള പരിപാടികളെല്ലാം ചെയ്ത് കിടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇയാൾ കത്തിയെടുത്ത് കുത്തുന്നത്. എങ്ങനെയുണ്ട്? അതായത് ഇയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം? അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇവർ ഭക്ഷണം വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ ചായ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുന്ന ഒരാളെ അപ്പോൾ തന്നെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം തീർന്നേനെ. ഇത് വീണ്ടും വന്ന് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ച ഒരു സൈഡിലും പിന്നെ ഇയാളോടുള്ള സ്നേഹം മറ്റേ സൈഡിലും. അത് തന്നെയാണ് ഈ ഒരു കേസിൻ്റെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ എന്തായാലും ഒരു ജീവൻ പോയി, ഒരു ജീവിതം പോയി, ഒരു കുട്ടീനെ അനാഥനാക്കി. അങ്ങനെ മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയിലും കിടന്ന് കളിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ആരെങ്കിലും ഒരാൾ വന്ന് ഇതേപോലെ കെയർ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് യഥാർത്ഥ സ്നേഹമല്ല. നിങ്ങൾക്ക് അതിനും മാത്രം എന്ത് പ്രശ്നമാണുള്ളത്? അതായത് ഈ ഒരു ആതിരേൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആതിരേൻ്റെ വീട്ടിൽ അതിന് മാത്രം ഒരു പ്രശ്നമില്ല. ഇപ്പം വല്ല പ്രശ്നമായി ഭർത്താവിൻ്റെ അടി ഇടി എല്ലാം ചവിട്ടെല്ലാം കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളാണെങ്കിൽ ശരിയാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കുറച്ച് സ്നേഹം അല്ലെങ്കിൽ കുറച്ച് കെയറിങ് കുറച്ച് കരുതൽ തരുന്ന സമയത്ത് ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് അങ്ങോട്ട് ചിലപ്പം വലിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. വെറുതെ ടൈം പാസ്, വെറുതെ ഒരു സുഖം. അതായത് പുതിയതായിട്ട് ഒരാൾ ഭർത്താവുമായിട്ട് ഡെയിലി ഇപ്പം ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, അവിടെ ഇരുന്നുകൊണ്ട് എന്തായാലും ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വന്നപ്പം ആരെല്ലോ വന്നിട്ട് ഹലോ ഹായ് എന്നെല്ലാം പറഞ്ഞ് സ്നേഹം വാരിക്കോരി തന്നു എന്ന് പറയാൻ പറ്റില്ല, ഒലിപ്പിച്ചപ്പം അത് കണ്ട് യഥാർത്ഥ സ്നേഹമാണ് അല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആണെന്നും പറഞ്ഞ് അങ്ങോട്ടേക്കും മെസ്സേജ് അയച്ച് ഇത് മൊത്തത്തിൽ കുഴഞ്ഞ് മറിഞ്ഞ് അവസാനം ജീവിതം ശുഭമാക്കി. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കേട്ടപ്പം എനിക്ക് വലിയ പുത്തിരിയൊന്നും തോന്നിയിട്ടിരുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഡെയിലി ഇതിന്നിപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഏതെങ്കിലും വീട്ടമ്മ. കഴിഞ്ഞ ദിവസം ഒരു നിഷാലിൻ്റെ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഷാലിൻ്റെ കസ്റ്റഡിയിൽ 100ഓളം പെൺകുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അതായത് 100ഓളം പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം പരിചയപ്പെട്ട ഒരുത്തനോട് അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ, അവൻ പറയുന്നിടത്തെല്ലാം പോകണമെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു എന്ത് കണ്ടിട്ടാണ് ആക്ച്വലി ഇവരെല്ലാം പോയി വീഴുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. അതായത് പഞ്ചാര വർത്തമാനം, ഈ പഞ്ചാര അടിക്കുന്നതാണോ നിങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ പഞ്ചാര അടിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചിങ്ങനെ ഷുഗർ കോട്ടിങ് എല്ലാം ചെയ്തിങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങളങ്ങോട്ട് വിചാരിക്കും, എൻ്റെ ആൾ കൊള്ളാം, ഇയാൾ എനിക്ക് ഭയങ്കര സെറ്റാ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് വീണ് പോവുകയാണ്. അപ്പം അവിടെ രാവിലെ മുതൽ ജോലിക്ക് പോകുന്ന ഭർത്താവ് ആരായി? ചങ്ങായിക്ക് എന്തായാലും രാവിലെ ജോലിക്ക് പോകുമ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടിങ്ങനെ പഞ്ചാര അടിക്കാൻ പറ്റില്ല, ശരിയാണ്. അപ്പം ആ ഗ്യാപ്പിൽ കയറി ഗോളടിക്കാൻ വേണ്ടി നോക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇതിനു വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്ന കുറേ ടീമുണ്ട്. അപ്പം അവർ നിങ്ങൾക്ക് മാത്രമേ മെസ്സേജ് അയക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, നിങ്ങളോട് മാത്രമേ വാത്സല്യം കാണിക്കുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പേര് വെട്ടുകിടക്കുന്നവരുണ്ടാവും, ഇതിൽ നിന്ന് എങ്ങനെയൊന്നും ഊരി പോകാമെന്ന് വിചാരിച്ച് നടക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ജോൺസൻ്റെ കാര്യം പറയുമ്പോൾ, ജോൺസൺ ശരിക്കും ഇവനൊക്കെ എന്ത് വട്ടാണോ? അതായത് ഇവളുമായിട്ട് ബന്ധം പുലർത്തി, എന്തായാലും പ്രശ്നമാവുമെന്ന് ഇവനറിയാം. പിന്നെ ആ വീട്ടിൽ ചെന്ന് കുത്തിയിട്ട് ഇവൻ്റെ ജീവിതം കളഞ്ഞ് എന്തിൻ്റെ ആവശ്യം? ഒന്നും മനസ്സിലാകുന്നില്ല. ഇവനൊക്കെ എന്ത് ബോധമില്ലാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇവനിപ്പോൾ അത്രയ്ക്ക് മുട്ടി നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവൻ ഒരു പെണ്ണിന് മെസ്സേജ് അയച്ച് വളച്ച് സംഭവം ശരിയാക്കി. എന്നിട്ട് ഇവൻ്റെ കാര്യങ്ങളും സാധിച്ചു. കാരണം ആ പെണ്ണിനും അത് ആവശ്യമുള്ളത് കൊണ്ട് അവർ തമ്മിലത് കണക്ഷനായിട്ട് മുന്നോട്ട് പോയി. ഇത് പറ്റൂല എന്ന് പറയുന്ന നിമിഷം നിർത്തി പോണ്ടേ? അല്ലെങ്കിൽ
അവൾക്ക് പറ്റൂല എന്ന് പറയുന്ന നിമിഷം ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോണ്ടേ? പാവം കുടുംബത്തെ പോയി നശിപ്പിച്ച് ആ പെണ്ണിനെയും കുത്തിക്കൊന്ന് ഇവൻ്റെ ജീവിതം കളഞ്ഞ് ഇവൻ എന്ത് കണ്ടിട്ടാണ്? എനിക്കതാ മനസ്സിലാകാത്തത്. ഈ കൊല്ലാനും നടക്കുന്ന ഇവന്മാരൊക്കെ ഇവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? ആ ഒരു സമയത്ത് തോന്നുന്ന ഒരു സംഭവമാണെന്നൊക്കെ ചിലർ പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഈ തലേ ദിവസമേ ആ വീട്ടിലേക്ക് പോകുന്ന സമയത്തെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? അയ്യോ ഞാനിപ്പോൾ പോയി അവളെ കുത്തിക്കൊന്നിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചുവിടൂ. എന്താണിതെല്ലാം? ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? വെറുതെ കൊല പിടിച്ച് ജയിലിൽ പോയി കിടക്കുക, ഇത് തന്നെ. ഇവന്മാരുടെയൊക്കെ തലയിൽ വല്ല ചാണകം മെഴുകി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. എന്തായാലും ഈ ഒരു കേസ് കേട്ടപ്പോൾ എനിക്ക് വലിയ പുത്തിരിയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. സാധാരണ കുറേ കേസുകൾ വരുന്ന പോലെ തന്നെ ഒരു കേസ്, അത്ര തന്നെ.